മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡയറക്റ്റ് കൺവേർഷൻ റേഡിയോകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് കൺവേർഷൻ റേഡിയോകൾ ഹാം റേഡിയോ ആയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയറക്റ്റ് കൺവേർഷൻ റേഡിയോകൾ വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഡയറക്റ്റ് കൺവേർഷൻ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ആൻറ്റിന പിടിച്ചെടുത്ത റേഡിയോ സിഗ്നലുകൾ പോകുന്നത് ആൻറ്റിന ട്യൂണറിലേക്കാണ്. ഈ ആൻറ്റിന ട്യൂണർ റേഡിയോയുടെയും ആൻറ്റിനയുടെയും ഇംപിഡൻസുകൾ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ആൻറ്റിന ട്യൂണറിൽ നിന്നും വരുന്ന സിഗ്നലുകൾ ഒരു RF ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കുന്നത്. ഈ RF ആംപ്ലിഫയർ റേഡിയോ സിഗ്നലുകളെ ബൂസ്റ്റ് ചെയ്യിക്കാനാണ് ഉപയോഗിക്കുന്നത്. വീക്കായിട്ടുള്ള റേഡിയോ സിഗ്നലുകൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിയറായി കേൾക്കുവാനും ഈ RF ആംപ്ലിഫയർ സഹായിക്കുന്നു. RF ആംപ്ലിഫയറിൽ നിന്നുള്ള റേഡിയോ ഔട്ട്പുട്ട് സിഗ്നലുകൾ പോകുന്നത് ഒരു പ്രോഡക്റ്റ് ഡിറ്റക്ടറിലേക്കാണ്. ബേസിക്കലി ഇതൊരു RF മിക്സറാണ്. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഇതിന് ഉള്ളത്. പ്രോഡക്റ്റ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ അല്ലെങ്കിൽ ലോക്കൽ ഓസിലേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. നമ്മൾ ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയോ സിഗ്നലാണോ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ സെയിം ഫ്രീക്വൻസിയുള്ള ഒരു സിഗ്നലായിരിക്കും ഈ ലോക്കൽ ഓസിലേറ്ററിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് എനിക്കൊരു 7 മെഗാഹെർട്സിലുള്ള റേഡിയോ ഫ്രീക്വൻസിയാണ് റിസീവ് ചെയ്യേണ്ടതെങ്കിൽ അതേ സെയിം 7 മെഗാഹെർട്സിൻ്റെ ഒരു സിഗ്നൽ ആയിരിക്കണം ലോക്കൽ ഓസിലേറ്ററിൽ ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഈ പ്രോഡക്റ്റ് ഡിറ്റക്ടർ 2 സിഗ്നലുകളെയും മിക്സ് ചെയ്ത് അതിൻ്റെ സമ്മും ഡിഫറൻസും എടുക്കുന്നു. RF ആംപ്ലിഫയറിൽ നിന്നും വരുന്ന സിഗ്നലിനെ F1 എന്നും ലോക്കൽ ഓസിലേറ്ററിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സിഗ്നലിനെ F2 എന്നും എടുത്താൽ പ്രോഡക്റ്റ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് F1 പ്ലസ് F2ഉം F1 മൈനസ് F2ഉം ആയിരിക്കും. പ്രോഡക്റ്റ് ഡിറ്റക്ടറിൻ്റെ ഒരു ഇൻപുട്ട് 7 മെഗാഹെർട്സ് പ്ലസ് 2.5 കിലോഹെർട്സ് മോഡുലേറ്റഡ് സിഗ്നലും ലോക്കൽ ഓസിലേറ്ററിൻ്റേത് 7 മെഗാഹെർട്സും ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് F1 പ്ലസ് F2 ഇസിക്കൽ ടു 14 മെഗാഹെർട്സും F1 മൈനസ് F2 ഇസിക്കൽ ടു 0 കാരിയർ പ്ലസ് 2.5 കിലോഹെർട്സ് ഓഡിയോ സിഗ്നലും ആയിരിക്കും. ഇതിൽ F1 മൈനസ് F2 എന്ന പാരാമീറ്ററാണ് നമ്മൾ എടുക്കുന്നത്, കാരണം അതിലാണ് ഓഡിയോ സിഗ്നൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഓഡിയോ സിഗ്നൽ ഒരു ഓഡിയോ പ്രീ ആംപ്ലിഫയറിലേക്കും ഓഡിയോ പവർ ആംപ്ലിഫയറിലേക്കും പിന്നെ സ്പീക്കറിലേക്കും കൊടുക്കുന്നു. ലൗഡ് സ്പീക്കർ വഴി നാം ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെയാണ് ഡയറക്റ്റ് കൺവേർഷൻ റിസീവറുകൾ വർക്കാവുന്നത്. ഈ ഡയറക്റ്റ് കൺവേർഷൻ റേഡിയോ റിസീവറിൽ AM, SSB, DSB, CW എന്നീ മോഡുകൾ റിസീവ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ഡയറക്റ്റ് കൺവേർഷൻ റേഡിയോയുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിലെ ആൻറ്റിന കൊടുത്തിരിക്കുന്നത് ഒരു L മാച്ച് ആൻറ്റിന ട്യൂണർ സർക്യൂട്ടിലേക്കാണ്. ഇതിൽ വേരിയബിൾ കപ്പാസിറ്ററും ടാപ്ഡ് ഇൻഡക്ടറും ഉണ്ട്. ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആൻറ്റിനയുടെയും റേഡിയോയുടെയും ഇംപിഡൻസ് തമ്മിൽ മാച്ച് ചെയ്യിക്കുന്നത്. RF ആംപ്ലിഫയറാണ് രണ്ടാമത്തെ സർക്യൂട്ട്. റേഡിയോ സിഗ്നലുകളെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് ഈ RF ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് പ്രോഡക്റ്റ് ഡിറ്റക്ടർ. ഇതൊരു RF മിക്സർ സർക്യൂട്ടാണ്. സിംഗിൾ ബാലൻസ്ഡ് ഡയോഡ് മിക്സർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിലെ 3 കോയിലുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ട്രൈഫൈലാർ വൈൻഡിങ്സ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഭാഗം ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. നാലാമത്തെ ഭാഗമാണ് ഓഡിയോ പ്രീ ആംപ്ലിഫയർ. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് പവർ ആംപ്ലിഫയറിലേക്ക് പോകുന്നത്. LM386 എന്ന IC ഉപയോഗിച്ചുകൊണ്ടുള്ള ഓഡിയോ ആംപ്ലിഫയറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ മേക്കിംഗ് വീഡിയോ ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ഓസിലേറ്റർ അഥവാ VFOയുടെ സർക്യൂട്ട് ഡയഗ്രമാണത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാം റേഡിയോ ഓപ്പറേറ്ററായ VU3 NSH ആണ്. ഹരിശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നല്ലതുപോലെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി തരുന്ന സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഇത് ഞാൻ തിരഞ്ഞെടുത്തത്.
ഫ്രണ്ട്സ്, പ്രോഡക്റ്റ് ഡിറ്റക്ടർ ഉണ്ടാക്കാനുള്ള ട്രൈഫൈലർ വൈൻഡിങ്ങിന് വേണ്ടത് ഒരു ടി ബലൂൺ കോറാണ്. ഇതിനെ ബാലൻ കോർ, ബൈനാക്കുലർ കോർ എന്നും അറിയപ്പെടുന്നു. 40 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത 28 ഗേജിൻ്റെ 3 കോപ്പർ വയറുകളാണ് ഇനി വേണ്ടത്. ഇതിനെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കയർ പിരിക്കുന്നത് പോലെ പിരിച്ചെടുക്കുക. കോപ്പർ വയർ മുഴുവനായിട്ടും ഇപ്പോൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബലൂൺ കോറിൻ്റെ 2 ഹോളുകൾക്കുള്ളിലൂടെ ഈ പിരിച്ച വയറ് ചുറ്റിയെടുക്കുക. ഏകദേശം 10 ചുറ്റുകൾ ചുറ്റിയെടുക്കേണ്ടതുണ്ട്. പിരിച്ചെടുത്ത ശേഷം ഇതിലെ ഓരോ വയറും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വയറിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലെ വയറുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഇതുപോലെ എല്ലാ വയറും ചെക്ക് ചെയ്ത് കണ്ടിന്യൂറ്റി ഉറപ്പാക്കിയ ശേഷം 1, 2, 3, 4, 5, 6 എന്നീ നമ്പറുകളായിട്ട് അടയാളപ്പെടുത്തുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചുകൊണ്ട് ഞാൻ ഈ റേഡിയോ ബോർഡ് അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സെക്ഷനുകളിലേക്കും കണക്ടറുകൾ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ആൻറ്റന ട്യൂണർ. ഈ ആൻറ്റന ട്യൂണറിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള രീതിയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. ഈ ട്യൂണറില്ലാതെ നമുക്ക് നേരിട്ട് റേഡിയോയിൽ ആൻറ്റന കൊടുത്താലും കുഴപ്പമില്ല. എക്സ്റ്റേണൽ ആൻറ്റനയിൽ നിന്നുള്ള കേബിള് ആൻറ്റന ട്യൂണറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ആൻറ്റന ട്യൂണറിൻ്റെ ഔട്ട്പുട്ട് നേരെ RF ആംപ്ലിഫയറിലേക്കാണ് പോകുന്നത്. പ്രോഡക്റ്റ് ഡിറ്റക്ടറിൻ്റെ ഒരു ഇൻപുട്ട് പോകുന്നത് വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്ററിലേക്കാണ്. വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഹിസ്സിംഗ് നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം ഈ റേഡിയോ വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഇനി ഈ VFOയിൽ കൊടുത്തിരിക്കുന്ന നോബ് സാവധാനം തിരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേഷൻസ് ട്യൂൺ ചെയ്യാം. ഡോക്ടർമാരുണ്ട്. അത് നേരത്തെ കുറെ കൊല്ലത്തിന് മുമ്പ് ആ ഡോക്ടർമാർ അവർക്ക് സാമ്പിളിനെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും ഒക്കെ ആയിട്ട് കാരണം MRP ആയിട്ട് അവർ ബന്ധം നടത്തിയത് നല്ല വാർത്തയാണ്. MRP എല്ലാവരും QRP ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞ് കാര്യം പഠിച്ച് ഒന്നും കൊടുത്തില്ല. ആ കൊടുത്തിൽ നമ്മൾ ചെന്ന് കിട്ടുന്ന വസ്തുവാണ്. അങ്ങനെയൊക്കെ സംഭവം എടുത്തിട്ട് ഏതാണെങ്കിലും ഈ തൃശ്ശൂർക്കാരനെ പാവപ്പെട്ടവൻ അത് വാങ്ങിയിട്ടുണ്ട്. ചെറുപുഴ പുഴ വൈകുന്നേരത്തായ അയച്ചാണ്. അത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു.
ഡയറക്റ്റ് കൺവേർഷൻ ഹാം റേഡിയോയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ്. മൈ കോൾ സൈൻ ഈസ് വിക്ടർ യൂണിഫോം 3 ഇന്ത്യ സുലു ഡെൽറ്റ സൈനിങ് ഔട്ട്.